ഹായ് ഹലോ പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വരിക. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്തെന്നായിരിക്കും എല്ലാവരും നോക്കുന്നത്. ഞാൻ പറയാം. ഇത് വാഴയിലയാണ്. വാഴയില റൗണ്ടിന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ വാഴയില കൊണ്ട് ഞാനൊരു ബജി ഉണ്ടാക്കാൻ പോവുകയാണ്. അത് എങ്ങനെ ഇരിക്കുന്നു നമുക്ക് എല്ലാവർക്കും കൂടി അതൊന്ന് നോക്കാം. അപ്പോൾ ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒത്തിരി കായപ്പൊടി, ശകല ഉലുവാപ്പൊടി, അരിപ്പൊടി, മൈദമാവ്, 2 ഏലക്ക, 4 ഗ്രാമ്പു. ഇത് ഇത്രയും കൂടെ ചേർത്താണ് ഞാൻ ഈ വാഴയിലയില ബജി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വായോ. വാഴയില ബജി കൊണ്ട് ഉള്ള ഒരു അടിപൊളി ഒരു ബജിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വാഴയില കൊണ്ടുള്ള ഒരു ബജി. അപ്പോൾ അതിലേക്ക് ചേരുവകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചേരുവകൾ എന്നുള്ളത് ഞാൻ പറയാം. അരിപ്പൊടി, മൈദമാവ്, ഉപ്പ്, സോഡാപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി, 2 ഏലക്ക, 4 ഗ്രാമ്പു. ഇത് ഇത്രയും കൂടെ ചേർത്താണ് ഞാൻ ഈ വാഴയില ബജി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാഴയില ബജി നമുക്ക് ഉണ്ടാക്കാം. ഓരോന്നേ ഇടാൻ പറ്റുന്നുള്ളു. നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട്. അരിപ്പൊടി, മൈദമാവ്, മുളക് പൊടി, ഉപ്പ്, സോഡാപ്പൊടി, കായപ്പൊടി, ഏലക്ക, ഗ്രാമ്പു നന്നായിട്ട് പൊള്ളുന്നുണ്ട്. നമുക്ക് നോക്കാം. ഈ തീ നന്നായി മൂക്കണം. നമ്മുടെ വാഴയില നന്നായിട്ട് മൂക്കുന്ന സൗണ്ടാണ് ഈ പൊട്ടി കേൾക്കുന്നത്. പടപടപടാ കേൾക്കുന്നുണ്ട്. ടക്ക് ടക്ക് ടക്കെന്ന് കേൾക്കുന്നുണ്ട്. കണ്ടോ, ഇല പൊട്ടി മൂക്കുന്നതിൻ്റെ സൗണ്ടാണ് ആ കേൾക്കുന്നത്. അടുത്തതും മാവിൽ മുക്കിയിടാം. ഹായ് ഹലോ കൂട്ടുകാരെ, എൻ്റെ വാഴയില ബജി കണ്ടോ എല്ലാവരും? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? വാഴയില കൊണ്ടുള്ള ബജിയാണ്. ഇതിൻ്റെ കൂട്ടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയുണ്ട് എന്നുള്ള നമുക്കൊന്ന് രുചിച്ച് നോക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ടൊമാറ്റോ സോസാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ആദ്യമായിട്ട് വാഴയില കൊണ്ടുള്ള ഒരു ബജിയാണ് എൻ്റെ ഒരു ആദ്യത്തെ ഒരു വീഡിയോ ആണ് വാഴയില കൊണ്ടുള്ളൊരു ബജി ഉണ്ടാക്ക്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സൂപ്പർ കൂട്ടുകാരെ, സൂപ്പർ മുരുമുരുമുരായിരിക്കുന്ന വാഴയിലയാണ്. എന്തായാലും നല്ല സാധനം തന്നെയാണ്, വേറൊന്നുമല്ല.
സൂപ്പറായിട്ടുണ്ട്, കൊള്ളാം. എന്തായാലും വാഴയില ബജി സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. നല്ല ടേസ്റ്റും കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ മസാലയുടെ ഇതും കൂടെയാണ്, കൂട്ടിൻ്റെതാണ്. വാഴയിലയുടെ ആ ഒരു ചെറിയ ഒരു ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ വാഴയില നമ്മൾ ചോറ് പൊതിയുമ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു മണമാണ് ഞങ്ങളത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് കൊള്ളാം, നന്നായിട്ടുണ്ട്, ഒരു കുഴപ്പവുമില്ല. എപ്പോഴും വേണമെങ്കിലും നമുക്ക് നല്ല ഒരു ഡിഷായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പപ്പടം പോലെ മുരുമുരായിരിക്കുന്ന നല്ല സൗണ്ടും നല്ല മണവും എല്ലാം കൊണ്ടും നല്ല ഒരു ഫുഡാണിത്. അപ്പോൾ അത് കുഴപ്പമില്ല, നല്ല ബജി, വാഴയില കൊണ്ടുണ്ടാക്കിയ ബജിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് നോക്കുക, നന്നായിട്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക. ഒന്ന് പരീക്ഷണം നടത്തുക. പരീക്ഷണം എല്ലാം ഉണ്ടാക്കി നിങ്ങൾ അത് കഴിക്കാൻ വേണ്ടി തന്നെ നോക്കുക, ഒരു പരീക്ഷണങ്ങളും വേണ്ട. സൂപ്പറായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.